സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ തുക അനധികൃതമായി കൈപ്പറ്റിയ വിവാദത്തിൽ കാണാതെ പോകുന്ന ചില മാനുഷിക വശങ്ങൾ കൂടിയുണ്ട്. ഇവരിൽ ഒരുപാട് പേർ 13,000 രൂപ മാസ ശമ്പളം വാങ്ങുന്ന പാർട്ട് ടൈം തൂപ്പുകാരോ പാചകക്കാരോ ഒക്കെയാണ്. ഇവർ വാങ്ങിയ പെൻഷനാകട്ടെ 1,800 രൂപയുടെ വിധവാ പെൻഷനോ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനോ ആണ്. സസ്പെൻഷനിലായതോടെ പലരുടെയും ജീവിതം വലിയ ദുരിതത്തിലായി. ഉയർന്ന തസ്തികയിലിരുന്ന് പണം തട്ടിച്ചവർക്ക് വേണ്ടിയല്ല ഈ വാർത്ത. സർക്കാർ ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. എന്നാൽ ഈ കാര്യത്തിന് ഒരു മറുവശമുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ്, അതായത് തൂപ്പു ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. പലരും നേരത്തെ വിധവ പെൻഷൻ വാങ്ങിയിരുന്നവരാണ്. ഭിന്നശേഷിയുള്ളവരുണ്ട്. 2019 തന്നെ ഈ പെൻഷൻ വാങ്ങുന്നത് നിർത്തിയ ജീവനക്കാരിയും ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്താണ് ഈ ജീവനക്കാരിയുടെ വീട്. അവരുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. ആ ജീവനക്കാരിയുടെ സഹോദരനാണ് നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ അവൾ 2013 ജോലിക്ക് കയറുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പാർട്ട് ടൈം സ്വീപ്പറായിട്ടാണ് കയറിയത്. പിന്നെ അത് കാലാവധി കൂടുതലില്ലാത്തത് കൊണ്ട് ആ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് തന്നെ ഇന്ന് നിലനിർത്തി പോവുകയാണ്. പെർമനൻ്റ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2013 വരെ അവൾ ഈ വിധവാ പെൻഷൻ പറ്റിക്കൊണ്ടിരുന്നതാണ്. ഒരു മകള് മാത്രമേ ഉള്ളൂ. മകളെ കല്യാണം കഴിച്ച് കൊടുക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെയാണ് കെട്ടിച്ചു കൊടുത്തത്. 2019 ആയപ്പോൾ അപ്പോൾ ഓഫീസിലൊക്കെ പോയി തിരക്കി, പല സ്ഥലത്തും തിരക്കിയപ്പോൾ അവർ പറഞ്ഞത്, ചേച്ചി കുഴപ്പമില്ല, പാർട്ട് ടൈം അല്ലേ ചേച്ചി, പാർട്ട് ടൈം ആണ്ട് ഇതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചേച്ചി പൈസ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ 2019 ആയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടി, ഇത് ഏതായാലും ടൈറ്റ് ആവും എന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്തു. അങ്ങനെ ചെന്ന് 2019 പഞ്ചായത്തിൽ അവിടെ പോയി ഇത് ക്ലോസ് ചെയ്തു. 1458 പേർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് ധനവകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിവിധ വകുപ്പുകൾ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ റവന്യൂ വകുപ്പിൽ നിന്ന് 34 പേരെയും പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് 31 പേരെയും സസ്പെൻഡ് ചെയ്തു. ഇതിൽ റവന്യൂ വകുപ്പിൽ തൂപ്പുജോലിയോ ഓഫീസ് അറ്റൻഡറായോ പ്രവർത്തിച്ചിരുന്ന 22 പേരുണ്ട്. പൂന്തോട്ടത്തിൽ ജോലി ചെയ്ത ഒരാളുണ്ട്. പൊതുമരാമത്ത് വകുപ്പിലാകട്ടെ 34-ൽ 28 പേരും താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവരാണ്. പാർട്ട് ടൈം സ്വീപ്പർമാർ, പാചകക്കാർ, വാച്ച്മാൻ എന്നിങ്ങനെയാണ് പട്ടിക. എല്ലാവരും നിസ്സാര ശമ്പളം പറ്റുന്നവർ. പലരും പാർട്ട് ടൈം ജോലിക്കാർ. 2 വരുമാനം വാങ്ങിയെന്നൊക്കെ പറഞ്ഞാലും എല്ലാം കൂടി 15,000 രൂപ പോലും തികച്ചില്ല. പലർക്കും നേരത്തെ മുതൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് ക്ഷേമ പെൻഷൻ. പിന്നീടാണ് പാർട്ട് ടൈം ജോലിയിൽ കയറുന്നത്. ഇങ്ങനെ 2 വരുമാനം തെറ്റാണെന്ന് പോലും അറിയാത്ത പാവപ്പെട്ടവർ. ഇവരിൽ നിന്ന് 18% പലിശയ്ക്ക് ഇതുവരെ വാങ്ങിയ തുക തിരിച്ചു പിടിക്കാനാണ് സർക്കാർ തീരുമാനം. സസ്പെൻഷനിലായതോടെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഏതാണ്ട് മുടങ്ങി. അതിന് പിന്നാലെയാണ് പലിശ സഹിതം ഉടൻ പണം തിരിച്ചു പിടിക്കൽ. ഞങ്ങൾ ഇന്ന് കണ്ട തിരുവനന്തപുരം സ്വദേശിയായ സ്ത്രീ അടക്കം ആവശ്യപ്പെടുന്നത് മാനുഷിക പരിഗണന മാത്രമാണ്. ക്ഷേമ പെൻഷൻ വാങ്ങിയ ഗസറ്റഡ് റാങ്കിലുള്ള ജീവനക്കാർക്കൊപ്പം തങ്ങളെ കാണരുതെന്ന അപേക്ഷയും. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദ് വിവരങ്ങളുടെ വിശദാംശങ്ങളുമായി ചേരും. വിനോദ്, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ക്ഷേമ പെൻഷൻ തട്ടിപ്പ് എന്ന് പറയുന്നത് അത് നീതീകരിക്കാനാവാത്ത ഒരു തട്ടിപ്പ് തന്നെയാണ്. ഉന്നത ശമ്പളം വാങ്ങുന്ന ഒരുപാട് പേർ ഇതിന്റെ ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ വിനോദ് ഇപ്പോൾ പുറത്തുവിട്ട വാർത്തയ്ക്ക് ഒരു മാനുഷിക വശം കൂടിയുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഇവരിൽ പലരും ജോലി കിട്ടിയ ശേഷം ക്ഷേമ പെൻഷൻ വാങ്ങാതിരിക്കുന്നവരാണെന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ക്ഷേമ പെൻഷനിൽ നിന്ന് പിന്മാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇത്തരം വശങ്ങൾ കൂടി പരിശോധിക്കാതെയുള്ള നടപടികളാണോ, കൃത്യമായി അന്വേഷിക്കാനുള്ള നടപടികളാണോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടായത്? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിനൊരു മാനുഷിക വശമുണ്ട്. ഈ വാർത്ത പുറത്തു വരുമ്പോൾ ആദ്യം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കാരണം സർക്കാർ ജീവനക്കാർ അനധികൃതമായി ഈ പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്നത് അത് ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ നമ്മൾ ഇത് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇതിന് മറ്റൊരു വശമുണ്ട് എന്ന കാര്യം വെളിപ്പെടുന്നത്. കാരണം ഇതിൽ ബഹുഭൂരിപക്ഷവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, പാർട്ട് ടൈം സ്വീപ്പർമാരാണ്, പാചകക്കാരാണ്, ഗാർഡനിൽ ജോലി ചെയ്യുന്ന, പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ വലിയൊരു ശതമാനം, ഏതാണ്ട് 95% ജീവനക്കാരും ഈ തരത്തിലുള്ളവരാണ്. ക്ലർക്കുമാർ മുതൽ അങ്ങോട്ടുള്ള ജീവനക്കാരുണ്ട്, ഗസറ്റഡ് റാങ്കിലുള്ള വളരെ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് വേണ്ടിയല്ല ഈ വാർത്ത. നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജീവനക്കാർക്ക് വേണ്ടിയാണ്. ഇവർ ബഹുഭൂരിപക്ഷവും ഇതിൽ സ്ത്രീകൾ വിധവാ പെൻഷൻ വാങ്ങിയിരുന്നവരാണ്, ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ വാങ്ങിയിരുന്നവരാണ്. ഇവരുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ ഗതികേട് കൊണ്ടോ
കൊണ്ടോ ആണ് ഈ 1800 രൂപ എന്ന തുച്ഛമായ പെൻഷൻ കൈപ്പറ്റിയിരുന്നത്. അത് 1800 ആയത് സമീപകാലത്താണ്. നേരത്തെ നമുക്കറിയാം ചെറിയ തുകകളായി തുടങ്ങിയ ക്ഷേമ പെൻഷനാണ്. 2013 മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങിയ ആളുകളുണ്ട്. 2019 ഇത് വാങ്ങുന്നത് അവസാനിപ്പിച്ച വ്യക്തിയാണ് തിരുവനന്തപുരത്തെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സമീപിച്ച വനിതാ ജീവനക്കാരി. അവരും പാർട്ട് ടൈം സ്വീപ്പറാണ്, നെയ്യാറ്റിൻകരയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിയാണ്. നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് കാലിന് പരിക്കേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. മറ്റ് പലരും ഇങ്ങനെ രോഗാതുരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പാർട്ട് ടൈം ജീവനക്കാരുടെ കാര്യം നമുക്കറിയാം, 70 വയസ്സ് വരെ ജോലി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വാർദ്ധക്യത്തിൻ്റെ ഘട്ടം വരെ ജോലി ചെയ്ത് പോകാൻ കഴിയും. പക്ഷേ ഇവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവർക്ക് അടിസ്ഥാന ശമ്പളമായി കിട്ടുന്നത് 8000 രൂപയാണ്. മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ചേർത്ത് വരുമ്പോൾ ഏതാണ്ട് 13,000 രൂപ കിട്ടും. അതിനപ്പുറത്തേക്കാണ് ഈ പെൻഷൻ തുക. അത് വെറും തുച്ഛമായ 1800 രൂപയാണ്. അതുപോലും പലപ്പോഴും കുടിശ്ശികയാണ്. ഇങ്ങനെ 2019 ഇത് വാങ്ങുന്നതിൽ എന്തോ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കി നിർത്തിയ ആളുകൾ പോലും ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പിൽ 32 പേർ, അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിൽ 34 പേർ, ഈ തരത്തിലൊക്കെ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയുണ്ടായി. നേരത്തെ ആരോഗ്യ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും ഒക്കെ തന്നെയും ഈ തരത്തിൽ സസ്പെൻഷൻ നടപടികളിലേക്ക് പോയി. ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകണമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. മറ്റൊന്ന്, ഇത് സർക്കാരിന് മുന്നിൽ നിയമപരമായി ഈ തുക തിരികെ പിടിക്കുക എന്നത് തന്നെയാണ്. അവിടെ 18% പലിശ ഈടാക്കിയാണ് ഈ പണം തിരികെ പിടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 22,000 മുതൽ 80,000 രൂപ വരെ ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി നൽകേണ്ടി വരും. ഇത് ഒരു ഘട്ടമായി നൽകിയാൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. പലരും ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്നവരാണ്. ഈ പറയുന്നത് പോലെ 70 വയസ്സിനടുത്ത് ആയ ആളുകളുണ്ട്. മറ്റാരുടെയും സഹായമില്ല, ആലംബമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇത് താങ്ങാവുന്ന ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ തുക തിരികെ പിടിക്കുമ്പോൾ അത് ദീർഘകാല ഗഡുക്കളായി തിരികെ പിടിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ഹൃദയം സർക്കാർ കാണിക്കേണ്ടതുണ്ട്. കഴിയും